അല്ല, പൊതുവായിട്ടുള്ള കാര്യം ഒരു പൊതുമേഖലാ സ്ഥാപനങ്ങളും ഏതെങ്കിലും അർത്ഥത്തിൽ PPP ആക്കുക എന്നുള്ളതല്ലല്ലോ ഉദ്ദേശിക്കുന്നത്. പൊതുമേഖലാ സ്ഥാപനം തുടർന്ന് മുമ്പോട്ടേക്ക് പോകാനാവാത്ത സാഹചര്യം വരുന്ന ഘട്ടത്തിൽ പരിശോധിച്ച് ആവശ്യമായ നിലപാട് സ്വീകരിക്കാം. അതെന്ത് വേണമെന്നുള്ളത്, അത് സഹകരണ മേഖല ഉപയോഗിക്കാൻ പറ്റുന്ന സഹകരണ മേഖല ഉപയോഗിക്കാം, പൊതുമേഖല ഉപയോഗിക്കാൻ പറ്റുന്ന അത് ഉപയോഗിക്കാം, അതും അല്ലെങ്കിൽ PPP ഉപയോഗിക്കാം. അങ്ങനെയുള്ള പല ഓപ്ഷനുണ്ട്. ആ ഓപ്ഷനുകൾ ശ്രദ്ധിച്ചു കൈകാര്യം ചെയ്യാമെന്നാണ് ഉദ്ദേശിക്കുന്നത്. മറ്റേതിന് മുൻഗണന കൊടുക്കുക എന്നുള്ളതല്ല ഞങ്ങളുടെ ഉദ്ദേശം. മനസ്സിലോ? ഓരോ ജില്ലയിലും സഖാക്കൾ ചർച്ചയിൽ പങ്കെടുത്തുകൊണ്ട് പറഞ്ഞു, കാസർഗോഡ് മുതൽ ഇങ്ങോട്ട് പറഞ്ഞു, ഇന്ന കമ്പനികളിൽ നിന്ന് സജീവമായി പ്രവർത്തിക്കാൻ സാധിക്കാതെ നിശ്ചലമായി കിടക്കുകയാണ് എന്ന് അങ്ങന്ന് ഇങ്ങത്തോളം പറയേണ്ടായിട്ടുണ്ട്. അതൊക്കെ നമ്മൾ നോക്കും, ശ്രദ്ധിക്കും. ഭൂമി മാത്രമൊന്നുമല്ല, ഭൂമി നമുക്ക് ഉപയോഗിക്കാൻ കഴിയും. ഇത് അത് ഗവൺമെൻറ് ചെയ്ത് നടപ്പിലാക്കാൻ പോകുന്ന സന്ദർഭത്തിലല്ലേ നയം ഒരു പ്രാവർത്തികമാക്കുന്ന ഘട്ടം വരുമ്പോൾ സ്വാഭാവികമായിട്ടും LDF ഉൾപ്പെടെ എല്ലാം ചർച്ച ചെയ്തിട്ടല്ലേ കേരളത്തിൽ നടപ്പിലാക്കുക. കഴിഞ്ഞ പ്രാവശ്യം LDFൻ്റെ ഭാഗമാക്കി മാറ്റിയല്ലോ ആ രേഖ. അതുപോലെ ഇപ്പോൾ ഞങ്ങളിവിടെ അവതരിപ്പിക്കുന്ന രേഖ അവതരിപ്പിച്ച് അംഗീകരിക്കുന്നതോടുകൂടി അത് പൊതു സ്വത്തായിട്ട് മാറും. എല്ലാവരുമായിട്ട് ചർച്ച ചെയ്യും. ആ ചർച്ചയുടെ ഭാഗമായിട്ട് LDF ഉൾപ്പെടെ ചർച്ച ചെയ്തുകൊണ്ട് തന്നെയാണ് പ്രായോഗികമായിട്ട് നടപ്പിലാക്കാൻ ഉദ്ദേശിക്കുന്നത്. അല്ല, ലാഭത്തിലെടുക്കുന്ന ഒരു PPP ഇല്ല. പറഞ്ഞ അത്രയുണ്ട്, കൂട്ടിപ്പോയ സൈസ് എത്രയുണ്ട്, അത്രയേ ഉള്ളൂ. ലാഭത്തിൽ പോകുന്നതോ, അതായത് പൊതുമേഖല വിൽക്കാൻ ഉദ്ദേശിക്കുന്നില്ല. ഇന്ത്യയിലെ ക്രോണി ക്യാപിറ്റലിസം എന്നൊരു പദം കേട്ടിട്ടുണ്ടോ? ഞാൻ തന്നെ ഒരു പത്രസമ്മേളനത്തിൽ തിരുവനന്തപുരത്ത് പറഞ്ഞതാണ്. കേട്ടിട്ടുണ്ടോ അങ്ങനെ ഒരു പദം? ഉണ്ടോ? എന്താ പറയാതെ? ക്രോണി ക്യാപിറ്റലിസം എന്ന ഒരു പദം കേട്ടിട്ടുണ്ടോയെന്ന്? ചങ്ങാത്ത മുതലാളിത്തം. അതാണ് കേന്ദ്ര ഗവൺമെൻറ് ചെയ്തുകൊണ്ടിരിക്കുന്ന പണി. അതിൽ 3 പ്രധാനപ്പെട്ട ഗുണഭോക്താക്കളാണ്. 1 കോർപ്പറേറ്റ് മാനേജ്മെൻറ്റ്, 2 വളരെ പ്രധാനപ്പെട്ട രാഷ്ട്രീയ നേതൃത്വം, 3 ഉന്നത ബ്യൂറോക്രാറ്റ്സ്. ഇത് 3 ചേർന്ന് കോടാനുകോടി രൂപ പൊതുമേഖലാ സ്ഥാപനങ്ങളുടെ സമ്പത്ത് ഓഹരി വെക്കുന്ന സമീപനത്തിൽ നിന്നും രൂപപ്പെട്ട് വന്നിട്ടുള്ളതാണ് ക്രോണി ക്യാപിറ്റലിസം. അതിവിടെ ഉദ്ദേശിക്കുന്നില്ല. അതാ നിങ്ങൾക്ക് മനസ്സിലാവാതെ. അതിവിടെ ഉദ്ദേശിക്കുന്നില്ല. ക്രോണി ക്യാപിറ്റലിസത്തിൻ്റെ, ചങ്ങാത്ത മുതലാളിത്തത്തിൻ്റെ കേന്ദ്ര ഗവൺമെൻറ് നിലപാടിന് തികച്ചും വിപരീതമായ ജനോപകാരപ്രദമായ രീതിയിൽ പൊതുമേഖലാ സ്ഥാപനങ്ങളെ ഫലപ്രദമായി എങ്ങനെയാണ് കൈകാര്യം ചെയ്യുക എന്നുള്ളതിൻ്റെ പാഠശാലയായിരിക്കും ബദലായ കേരളത്തിലെ ഈ നിലപാട്.